ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കാലത്ത് പ്രായഭേദമന്യേ എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് മാനസിക പിരിമുറുക്കവും ഏകാഗ്രതയില്ലായ്മയും. ഈ കാര്യത്തിൽ നമുക്ക് ഏറ്റവും പ്രയോജനകരമായതും ഏറ്റവും ലളിതവുമായ ഒരു പോംവഴിയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രജപം. കലിയുഗത്തിലെ ദുരിതങ്ങൾ മറികടക്കുവാൻ എന്തു ചെയ്യണമെന്ന് ഒരിക്കൽ നാരദ മഹർഷി ബ്രഹ്മാവിനോട് ചോദിച്ചു. ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലൗ നാസ്തേവ 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 ഗതിരന്യത എന്ന് ബ്രഹ്മാവ് മറുപടി പറഞ്ഞു. അതായത് കലിയുഗത്തിലെ ദുരിതങ്ങളെ മറികടക്കുവാൻ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപമല്ലാതെ വേറൊരു ഉപായമില്ല. കലിയുഗത്തിൽ മനുഷ്യ മനസ്സ് ചിന്താകുലമാകുകയും മലീമസപ്പെടുകയും ചെയ്യുന്നു. ദിവസേനയുള്ള മന്ത്രജപത്തിലൂടെ നമ്മുടെ മനസ്സ് തെളിയും. തെളിമയുള്ള മനസ്സിൽ ദുർചിന്തകൾ കുറയും. ദുർചിന്തകൾ കുറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭഗവാൻ വസിക്കും. ഏകാഗ്രതയും ശാന്തതയും വർദ്ധിക്കുകയും ചെയ്യും. നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവമനുസരിച്ച് അതിനെ നിയന്ത്രിക്കാനുള്ള മാർഗമാണ് ഹരേ കൃഷ്ണ മന്ത്രജപം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇതാണ് ഹരേ കൃഷ്ണ മന്ത്രം. ഈ മഹാമന്ത്രത്തിൽ 3 നാമങ്ങളാണ് ഉള്ളത്: ഹരേ, കൃഷ്ണ, രാമ. ഈ നാമത്തിൽ ഹരേ എന്നത് ഭഗവാന്റെ അന്തരംഗ ശക്തിയായ ശ്രീമതി രാധാറാണിയാണ്. രാമ എന്നാൽ ഏവരെയും രമിപ്പിക്കുന്ന ഭഗവാൻ. കൃഷ്ണ എന്നാൽ എല്ലാവരെയും ആകർഷിക്കുന്ന ഭഗവാൻ. അല്ലയോ ശ്രീമതി രാധാറാണി, എല്ലാവരെയും രമിപ്പിക്കുന്നവനും സർവാകർഷകനുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രേമ ഭക്തിയുത സേവനത്തിൽ എന്നെ എപ്പോഴും നിയോഗിച്ചാലും. ഇതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ ലളിതമായ അർത്ഥവ്യാഖ്യാനം. ഹരേ രാമ എന്ന് തുടങ്ങുന്നത് വേദമന്ത്രമാണ്. വേദമന്ത്രങ്ങൾ ജപിക്കുവാൻ അതിൻ്റേതായ നിഷ്ഠകൾ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രം എല്ലാവർക്കും ജപിക്കാൻ സാധിക്കാതെ വരും. സാധാരണ ജനങ്ങൾക്കും കൂടി ഈ മഹാമന്ത്രത്തിൻ്റെ ഫലം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ അവതാരമായ ശ്രീ ചൈതന്യ മഹാപ്രഭു അത്യധികം കാരുണ്യത്തോടെ ഈ മഹാമന്ത്രത്തെ ഹരേ കൃഷ്ണ എന്ന് തുടങ്ങുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ മഹാമന്ത്രം എല്ലാവർക്കും സുപ്രാപ്യമാകുകയും ചെയ്തു. തുടക്കത്തിൽ നിത്യവും കുറഞ്ഞത് 108 തവണ മന്ത്രജപം നടത്തണം. ക്രമേണ മന്ത്രജപത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുകയും വേണം. 108 മുത്തുകളുള്ള ജപമാല ഉപയോഗിച്ച് മന്ത്രജപം നടത്തുന്നത് എണ്ണം തെറ്റാതെ മന്ത്രം ജപിക്കാൻ സഹായിക്കും. മന്ത്രജപം നടത്തുമ്പോൾ മന്ത്രജപത്തിൻ്റെ ശബ്ദത്തിൽ മാത്രം ശ്രദ്ധിക്കണം. ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം മനസ്സിൽ സങ്കല്പിച്ച് ഓരോ തവണ മന്ത്രം ജപിക്കുമ്പോഴും ഓരോ തുളസിയില ഭഗവാന്റെ പാദത്തിൽ അർച്ചിക്കുന്നതായി കാണുക. അപ്പോൾ മനസ്സ് വേറെ സ്ഥലത്തേക്ക് പോകാതെ പിടിച്ചു നിർത്താൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിലെ വിഗ്രഹം ദർശിച്ച് നമ്മൾ അമ്പലത്തിന് ചുറ്റും വലം വയ്ക്കുന്നതായി കാണുക. അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലം പ്രദക്ഷിണം ചെയ്യുന്നത് പോലെ നമ്മൾ ജപിക്കുമ്പോൾ മനസ്സിൽ കണ്ടാൽ നമുക്ക് മന്ത്രജപത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പോകാതെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. തുടക്കത്തിൽ മന്ത്രം ജപിക്കുമ്പോൾ അനാവശ്യ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. ചിന്തകൾക്ക് പിന്നാലെ പോകാതെ മനസ്സിനെ മന്ത്രത്തിലേക്ക് കൊണ്ടുവന്ന് ജപിച്ചാൽ മനസ്സ് ഏകാഗ്രവും പ്രശാന്തവും ആകും. മന്ത്രജപം ഒരു ശീലമായി കഴിഞ്ഞാൽ മനസ്സ് സദാ ഈ മന്ത്രജപം നടത്തും. പ്രഭാതവേളയിലെ മന്ത്രജപം പെട്ടെന്ന് ഫലം തരും. ജപം ഏതു സമയത്തും ചെയ്യാം. ശുദ്ധാശുദ്ധങ്ങൾ നോക്കേണ്ടതുമില്ല. പുലയോ വാലായ്മയോ സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയത്തും ജപം മുടക്കേണ്ടതില്ല. ഏത് ജോലി ചെയ്യുമ്പോഴും ജപം ചെയ്യാവുന്നതാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം പതിവായി ജപിച്ചാൽ ലഭിക്കാത്തതൊന്നുമില്ല. പാപങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും മാറി ജീവിതത്തിൽ ആനന്ദവും സമാധാനവും നൽകുന്ന അത്ഭുത സിദ്ധിയുള്ള മന്ത്രം തന്നെയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം.
അപ്പോൾ എല്ലാവരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കൂ, ആനന്ദിക്കൂ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൾ.